ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. നമുക്കറിയാം, നമ്മളെ ഈ 8ാം ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ടഫുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ ഒന്ന് എന്താ അത് പഠിച്ചിട്ട് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും. ആ ചാപ്റ്റർ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പോകുകയാണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് എന്ത് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. സോ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ, എങ്ങനെയൊക്കെയാണ് ഇന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്? സിമ്പിളാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഒന്ന് കൺസെപ്റ്റ് ബേസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും എഴുതാൻ പറ്റും, അഥവാ നിങ്ങൾ അറിവ് വെച്ചിട്ട് എഴുതാൻ പറ്റിയ ചാപ്റ്റർ തന്നെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ എത്ര കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. ആ സോഷ്യൽ ഗ്രൂപ്പ് രണ്ടെണ്ണമായിട്ട് അറിയപ്പെടും: പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, അഥവാ പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം. ഈ സംഘത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നിയന്ത്രണങ്ങളുണ്ട്. പ്രാഥമിക സംഘത്തിന് അനൗപചാരിക നിയന്ത്രണം ഉണ്ട്, അഥവാ നമ്മൾ ഇൻഫോർമൽ കൺട്രോൾ ഉണ്ട്. സെക്കൻഡറി ഗ്രൂപ്പിന് ഫോർമൽ, ഔപചാരികമായിട്ടുള്ള കൺട്രോൾ ഉണ്ട്. അതാരൊക്കെയാണ് ചെയ്യുന്നത്, അതാണ് പഠിക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ്സും അതിൻ്റെ കൺട്രോൾസും. ഇതാണ് ചാപ്റ്റർ, ഇതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കി വെക്കുക. അഥവാ ഗ്രൂപ്പ്സ് രണ്ടെണ്ണം, പ്രൈമറി ഗ്രൂപ്പ്സ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിനുള്ള കൺട്രോൾസ്, ഇൻഫോർമൽ കൺട്രോൾ ഉണ്ട്, ഫോർമൽ കൺട്രോൾ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുള്ളത്. നമുക്ക് നോക്കാണ്. ആദ്യത്തെ ഹെഡിങ് കൊടുത്തു, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് സാമൂഹ്യ സംഘങ്ങൾ. അത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ എസെൻഷ്യൽ ഇൻ അവർ ലൈഫ്. നമ്മളെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് എന്ത്, സാമൂഹ്യ സംഘങ്ങൾ. അപ്പൊ സാമൂഹ്യ സംഘം എന്ന് വെച്ചാൽ ഈ പോയിന്റ് പഠിച്ചു വെക്കാം. നോക്കട്ടോ, എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് വെൻ 2 or more people who communicate to each other directly in indirectly and work together. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. സെയിം ഗോൾ ഓഫ് കം ടുഗദർ. അപ്പോൾ നേരിട്ടല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയും 2 or അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോൾ ഒരു സമൂഹ സംഘം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട. ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടിയാൽ നമ്മളൊക്കെ ചെയ്യാറെന്തറിയോ, ഇത് കാണാതെ പഠിക്കും. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഈ പോയിന്റ് 4-5 കട്ടാക്കാം. എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് വെൻ 2 or more people, ഒരു പോയിന്റ് ആക്കുക, ഹു കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് other directly or indirectly and work together for same goal എന്ന് പറ്റാം. ഇനി അതോ അല്ലെങ്കിൽ അതും കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് മാത്രം പഠിച്ചേക്കുക. എ സോഷ്യൽ ഗ്രൂപ്പ്, ഇതെന്താണ്, എ സോഷ്യൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഫോംഡ് എന്ത് 2 or more people എന്നറിയിക്കുക. 2 or more people എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഒന്നെങ്കിൽ ഡയറക്ട്ലി ഉണ്ടാവും അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഉണ്ടാവും. എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാം ഒറ്റ കോമൺ സാധനത്തിനാണ്. എന്തിനാണ്? ഫോർ സെയിം ഗോൾ. സം ഗോൾ അല്ല, സെയിം ഗോളാണ് കേട്ടോ. സെയിം ഗോളാണ്. സെയിം ഗോൾസിന് വേണ്ടിയിട്ട് കം ടുഗദർ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി. വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ, സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് 2 or more people കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, ഒന്നെങ്കിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. എന്തിന്? ഫോർ ഇൻഡയറക്ട്ലി ഫോർ വർക്ക് ടുഗദർ ഫോർ സെയിം ഗോളിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് എന്ത് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സിന് ഡെഫിനിഷൻ അറിയാം. 2 ആൾക്കാർ ഉണ്ടല്ലേ, ഇവരൊക്കെ എന്തിനാണ്? ഇവരെല്ലാവരും കാത്തിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ ബസ് സ്റ്റോപ്പ് കാത്തിക്കുന്ന, ബസ് വരാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നത്. ഫാമിലിയോ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ പോകാനുള്ളതാണ്. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? ഫാമിലിയും ബസ് സ്റ്റോപ്പും സോഷ്യൽ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസ് ആണ്. റെഡി ആണല്ലോ? അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or അതിലധികം ആൾക്കാർ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കൂട്ടം കൂടുന്നതിനെയാണ് എന്ത് ചെയ്യുക, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘമാണ് കുടുംബം. അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് 3 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കും. എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സവിശേഷത നോക്കട്ടോ. എന്നാൽ കുടുംബം ഒരു സമൂഹ സംഘമാണ്. അതിൻ്റെ സവിശേഷതകൾ നോക്കട്ടോ. കുടുംബം എപ്പോഴും എന്തേക്കും,
ഒരു സ്മാൾ ഗ്രൂപ്പായിരിക്കും. മാത്രമല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പരിചിതരായിരിക്കും. മാത്രമല്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ടാവും. ഇവൻ എങ്ങനെയാണ്, ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ് പറയുന്നത്, ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാവും. മാത്രമല്ല കോമൺ വേസ് ഓഫ് ആക്ടിങ്, പൊതുവായ ചില പ്രവർത്തന രീതികൾ, അവർക്ക് എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തന രീതികളും ഉണ്ടാവും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ. മാത്രമല്ല ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി, നമ്മളെ വീട്ടിൽ എന്താണോ നമ്മളെ പേഴ്സണാലിറ്റി, ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഫാമിലി ആയിരിക്കും. നല്ല രീതിയിലാണ്, ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെ ഫാമിലി അടിപൊളിയായിട്ട് എന്ത് ചെയ്യും പോവാറുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ അവർ ലൈഫ് സിഗ്നിഫൈൻ സം യൂസസ് ആർ. എന്തൊക്കെയാണ് സമൂഹ സംഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം? ഫാമിലിയിൽ ചെലുത്തുന്ന സ്വാധീനം പഠിച്ചു കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ 2018, 2023, 2019 ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചത്. ഈ പോയിന്റിൻ്റെ മക്കളെ ഇതിൽ 4 പോയിന്റ് നിങ്ങൾ പഠിക്കാതെ പോകരുത്. നോക്കാണ് എന്തൊക്കെയാണ് സമൂഹ സംഘങ്ങൾ നമുക്ക് ചെയ്യുന്ന ലക്ഷ്യങ്ങൾ. ഒന്നാമത്തേതാണ് പ്രൊമോട്ട് എന്ത് ചെയ്യുന്നു, കൂട്ടായ്മ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു വളർത്തുന്നു. പ്രൊമോട്ട് അസോസിയേഷനോ അല്ല പ്രൊമോട്ട് കോമൺഷിപ്പ് എന്ന് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക, കൂട്ടായ്മ വളർത്തുന്നു. ട്രെയിൻ ബിഹേവിയേഴ്സ് ഓഫ് പാറ്റേൺസ്, പെരുമാറ്റ ശീലങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ ഇതാക്കുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം കൂട്ടായ്മ സമൂഹ സംഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു അവിടെ മനസ്സിലാക്കി തരുന്നു. പെരുമാറ്റ ശീലങ്ങൾ എന്ത് ചെയ്യുന്നു പരിശീലിപ്പിക്കുന്നു. പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, സഹവർത്തി എന്ത് ചെയ്യുന്നു അവിടെ വളർത്തുന്നുണ്ട്. പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ്, എൻഷുർ കോപ്പറേഷന്, പരസ്പര സഹകരണം ഒക്കെ എന്ത് ചെയ്യുന്നു ഉറപ്പാക്കുന്നു. 1, 2, 3, 4, 5 ഈ പോയിന്റുകൾ പഠിച്ചു വെക്കുക. എന്തായാലും ചോദിക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ. സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഈ സമൂഹ സംഘങ്ങളാണ്. എന്ത് ചെയ്യുക എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറഞ്ഞു ഈ സമൂഹ സംഘങ്ങൾ 2 ഉണ്ട്, പ്രൈമറി ഗ്രൂപ്പ്സ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. അതൊന്നും നിങ്ങൾക്ക് ചോദിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ്സ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. അത് നമുക്ക് ഇന്നത്തെ എയറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ തോളിൽ ഈ ചാപ്റ്ററിൽ ആ ക്വസ്റ്റ്യൻസും അതേപോലെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തൊക്കെയാണ് സാമൂഹ്യ നിയന്ത്രണം ഒക്കെ എന്ത് ചെയ്യാം പഠിക്കാം. സോ എയറിൻ്റെ ലൈവിൽ എൻ്റെ മക്കൾ എല്ലാവരും നമുക്ക് അവിടെ അടിപൊളിയാക്കി പഠിക്കണം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഇതേപോലെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, എയറിൻ്റെ ലൈവിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ടാറ്റാ, ഗുഡ് ബൈ, സി ഓൾ. അപ്പം എയർ കേട്ടോ മറക്കണ്ട.